ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കാറ്റലിറ്റിക്സ്. കാറ്റലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 10 ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമേ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും കാണണം, പഠിക്കണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ 11th ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു 45, മോഡ് ഈസ് ഈക്വൽ ടു 48, ദ മീഡിയൻ ഈസ് ഈക്വൽ ടു ഡാഷ്. ഇത് ചെയ്യുന്ന ഫോർമുല ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അതായത് 3 മീഡിയൻ ഈസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് മോഡ്. ആ ഒരു ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. അതായത് 2 ഇൻറ്റു 45 പ്ലസ് മോഡ് എത്രയാണ്? 48. ഓക്കെ, അപ്പോൾ അതൊരു സൊല്യൂഷൻ അതിൻ്റെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 46 ആണ് ആൻസർ കിട്ടുന്നത്. സോ ആൻസർ ഈസ് 46. ഇവിടെ എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു സമയം നമുക്കില്ല, അതുകൊണ്ടാണ്. എല്ലാവർക്കും ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ ആൻസർ എത്രയാണ്? 46 ആണ് കേട്ടോ. 12th ക്വസ്റ്റ്യൻ. ദ അനാലിസിസ് ഓഫ് വേരിയൻസ് അനോവ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ്. ഇത് ടെസ്റ്റ് ആയിരുന്നു? യെസ്, എഫ് ടെസ്റ്റ് ആണ് കേട്ടോ. അനോവ ടെസ്റ്റ് ഏതാണ്? എഫ് ടെസ്റ്റ് ആണ്. 13th ക്വസ്റ്റ്യൻ. ഇൻ സോളോസ് ഗ്രോത്ത് മോഡൽ ദ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫങ്ഷൻ ഓഫ്. ഏതാണ് സോളോസിൻ്റെ മോഡൽ? എന്താണ് സോളോസ് മോഡൽ എന്ന് പറയുന്നത്? ഇതൊരു ഗ്രോത്ത് മോഡലാണല്ലേ, ലോങ് റണ്ണിലുള്ള ഗ്രോത്ത് മോഡലാണ്. ആരാണത് കൊണ്ടുവന്നത്? സോളോസ് വാൻ മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക് ഗ്രോത്ത് മോഡലാണ്. ആരാണ് കൊണ്ടുവന്നത്? റോബർട്ട് സോളോ, 1950. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫങ്ഷൻ ഓഫ്, യെസ്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കാം. ദ അബ്സോർപ്ഷൻ അപ്രോച്ച് ഓഫ് അനലൈസിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ, യെസ്, സിഡ്നി അലക്സാണ്ടർ ആണ്. ഓക്കെ, സിഡ്നി അലക്സാണ്ടറിൻ്റെ അപ്രോച്ചാണ് അബ്സോർപ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ അപ്രോച്ചാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, മോഡേൺ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഭാഗമാണ് അബ്സോർപ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കമ്പയർ ചെയ്യുന്നതാണ്. ഡൊമസ്റ്റിക് ഇൻകവും സ്പെൻഡിങ്ങും തമ്മിലൊരു കമ്പാരിസനാണ് ഈ ഒരു അബ്സോർപ്ഷൻ അപ്രോച്ച് എന്നുള്ളത്. നമുക്ക് വിശദമായിട്ട് വേറെ വീഡിയോസിൽ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ 15th question. The ability to pay principle of taxation is logically most consistent with the normative notion of. ഏതാണ് ആൻസർ വരിക? യെസ്, വെർട്ടിക്കൽ ഇക്വിറ്റി ആണ് കേട്ടോ. എബിലിറ്റി ടു പേ പ്രിൻസിപ്പൽ ടാക്സേഷൻ എന്താണ്? വെർട്ടിക്കൽ ഇക്വിറ്റി. വെർട്ടിക്കൽ ഇക്വിറ്റിയും ഉണ്ട്, ഹൊറിസോണ്ടൽ ഇക്വിറ്റിയും ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പീപ്പിൾ വിത്ത് ഹയർ ഇൻകം പേ മോർ. ഓക്കെ, ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്താണ്? പീപ്പിൾ വിത്ത് സിമിലർ ഇൻകം പേ സിമിലർ എമൗണ്ട് ഓഫ് ടാക്സ്. അതാണ് വെർട്ടിക്കൽ ഇക്വിറ്റിയും ഹൊറിസോണ്ടൽ ഇക്വിറ്റിയും. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, വെർട്ടിക്കൽ ഇക്വിറ്റി. ഓക്കെ, the basic rationale of the theory of big push is based on the idea of. എന്താണ്? യെസ്, എക്സ്റ്റേണൽ എക്കണോമിക്സ്. എന്താണ് തിയറി ഓഫ് ബിഗ് പുഷ് എന്ന് പറയുന്നത്? നോർമലി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ അവിടെ വീണ്ടും അവർ ആ വിഷ്വസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം? വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചറിലായാലും എഡ്യൂക്കേഷനിലായാലും അങ്ങനെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ രാജ്യത്തിൻ്റെ അവരുടെ അവസ്ഥ നോക്കിയിട്ട് ആ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു ബിഗ് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ആവുമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഒരു ചെറിയ രീതിയിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ
വിശദമായിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ബിഗ് പുഷ് തിയറി ആരെ കൊണ്ടുവന്നത്? പോൾ റോസൻസ്റ്റൈൻ റോഡനാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി? ആരാണ്? യെസ്, ഡി ആണ് ആൻസർ കേട്ടോ. തോമസ് പിക്കറ്റി ആണ്. തോമസ് പിക്കറ്റിയാണ് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ച്വറി എന്ന ബുക്കിൻ്റെ ഓഥർ. ഓക്കെ, അമർത്യാസൻ്റെ എല്ലാവരും അറിയോ അമർത്യാസൻ്റെ കാര്യങ്ങളൊക്കെ? എന്നായിരുന്നു അമർത്യാസന് നോബൽ പ്രൈസ് കിട്ടിയത്? 1998 അല്ലേ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? പോവർട്ടി ആൻഡ് ഫാമിൻ അല്ലേ? ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം, പോവർട്ടി ആൻഡ് ഫാമിൻ. അമർത്യാസനൊക്കെ എല്ലാവരും നോക്കി പോകേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതാരും വിട്ടുപോകരുത്. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ എക്സാമിന്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഈസ് ഓൾസോ നോൺ ആസ്? ആൻസർ ഇല്ല കേട്ടോ, നണ്ണാണ്. എന്തായിരിക്കും ആൻസർ? യെസ്, ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഈസ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഓഫ് ട്രേഡ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. ആസ് പെർ tax proposal of Union Budget 2022-23, any income from transfer of any digital asset such as cryptocurrencies shall be taxed at the rate of എത്രയാണ്? യെസ്, 30% ആണ് കേട്ടോ. ക്രിപ്റ്റോ കറൻസിൻ്റെ ഒക്കെ ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് 15th ഫിനാൻസ് കമ്മീഷൻ? ആരാ 15th ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാ? യെസ്, NK സിംഗ് ആണ്. സി ആണ് ആൻസർ കേട്ടോ. NK സിംഗ് ആണ്. 14th ആരാണ്? 14th ആരായിരുന്നു? YV റെഡ്ഡി. ഓക്കെ, 16th ആരാണ്? യെസ്, ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യണം? ഇതൊന്ന് റിവൈസ് ചെയ്യണം, പഠിക്കണം. ഈ ഒരു ഏരിയയിലൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ.